തേർഡ് BSc സൈക്കോളജി മെയിനിൻ്റെ കോംപ്ലിമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പറായിട്ടുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആൻഡ് പാരാമെട്രിക് ടെസ്റ്റിൻ്റെ ലാസ്റ്റ് മിനിറ്റ് റിവിഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ നോക്കാം. ഇറ്റ്സ് കോൾഡ് ഡിസ്ട്രിബ്യൂഷൻ തിയറി. ഇവിടെ നമ്മൾ 3 ഡിസ്ട്രിബ്യൂഷൻസ് ആണ് നോക്കുന്നത്: ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. First one is binomial distribution. Let x be a discrete random variable assuming values 0, 1, 2, 3 etc. up to n, where n is a positive integer, and if its probability mass function is given by f of x is equal to probability of capital X is equal to small x, which is equal to ncx p raised to x q raised to n minus x. X is equal to 0, 1, 2, 3 up to n, and 0 less than p less than 1 and q is equal to 1 minus p. Then x is said to follow a binomial distribution with parameters n and p, and we write x follows b and p. കണ്ടീഷൻസ് ഫോർ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ സാധാരണ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബെർണോളി ട്രയലിനെ, അതായത് സക്സസ്സും ഫെയിലിയറായിട്ട് ഔട്ട്കംസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രയലിനെ നമ്മൾ n ടൈംസ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ വരുന്ന സക്സസ്സുകളുടെ എണ്ണം, അതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത്. അപ്പം ദ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഷുഡ് ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 ആസ് സക്സസ് ആൻഡ് ഫെയിലിയർ. The random experiment should be repeated n number of times. n is finite and the trials are independent. ഇത്തരം കണ്ടീഷനുകളാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. Mean and variance of a binomial distribution. The mean expectation of x is equal to np, where n and p are parameters of the binomial distribution. Variance v of x is equal to npq, and standard deviation is equal to root of variance ആണ്, that is root of npq. ഇനി അടുത്തത് അതിൽ വരുന്നത് ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ്. ഫിറ്റിംഗ് ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ടു എ ഗിവൺ ഡാറ്റ മീൻസ് ഫൈൻഡിങ് ബൈനോമിയൽ ഫ്രീക്വൻസീസ് കറസ്പോണ്ടിങ് ടു ദ ഗിവൺ ഒബ്സേർവ്ഡ് ഫ്രീക്വൻസീസ് ഇൻ ദ ഡാറ്റ. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഒരു എക്സ് വാല്യൂസും അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും തന്നിട്ടുണ്ടാവും. ആ തന്നിരിക്കുന്ന ഫ്രീക്വൻസി, ഒബ്സേർവ്ഡ് ഫ്രീക്വൻസീന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കുറച്ച് ബൈനോമിയൽ ഫ്രീക്വൻസീസ് ഓരോ എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടും കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബൈനോമിയൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ബൈനോമിയൽ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ N ഇൻറ്റു എഫ് ഓഫ് എക്സ്, വെർ ക്യാപിറ്റൽ N ഇസ് ദ ടോട്ടൽ ഫ്രീക്വൻസി ആൻഡ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു NCx p raised to x q raised to n minus x. അടുത്ത ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂഷനാണ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ലെറ്റ് എക്സ് ബി എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ അസ്യൂമിങ് വാല്യൂസ് 0, 1, 2, 3 etc. up to infinity, and if pm of x is given by f of x is equal to e raised to minus lambda, lambda raised to x by x factorial. x is equal to 0, 1, 2, 3 etc. up to infinity, and lambda is greater than 0. നമുക്ക് പാരാമീറ്ററിനെ ലാംഡ എന്നോ എം എന്നോ ഏത് ലെറ്റർ വേണമെങ്കിലും ഡിനോട്ട് ചെയ്യാം. Then x is said to follow a Poisson distribution with parameter lambda, and we write x follows p lambda, or x follows m ആണ് പാരാമീറ്റർ എങ്കിൽ നമ്മൾ പറയും x follows p m. m എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലാംഡ എന്ന് പറയുന്നതാണ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റർ. Examples of random variables following Poisson distribution. The number of occurrences of an event in a particular interval follows a Poisson distribution. The number of customers arriving at a bank counter in an interval of 20 minutes. അതൊരു Poisson distribution ഫോളോ ചെയ്യുന്ന റാൻഡം വേരിയബിൾ ആണ്. അതുമാതിരി number of telephone calls received at a telephone switchboard in a period of 5 minutes. Poisson distribution is also called the distribution of rare events or improbable events. Mean and variance of Poisson distribution. Poisson distributionൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അയാളുടെ മീനും വേരിയൻസും രണ്ടും തുല്യമാണ്, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് പാരാമീറ്റർ. ഇപ്പോൾ പാരാമീറ്റർ ഇപ്പോൾ 5 ആണ് പാരാമീറ്റർ എങ്കിൽ മീൻ 5 ആയിരിക്കും, വേരിയൻസ് 5 ആയിരിക്കും. Mean expectation of x is equal to lambda if lambda is the parameter. Variance v of x is also equal to lambda, and standard deviation of x is root of lambda. Fitting of Poisson distribution.
Fitting of Poisson distribution to a given frequency distribution means finding the Poisson frequency is corresponding to the observed frequency. Poisson frequency is equal to n into f of x, that is equal to n into e raised to minus lambda, lambda raised to x by x factorial, where n is the total observed frequency, lambda is the mean of the Poisson distribution. Here lambda is taken as x bar. നമുക്ക് എക്സ് വാല്യൂസും ഫ്രീക്വൻസീസും മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ. അത് വെച്ചിട്ട് ലാംഡ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലാംഡയുടെ സ്ഥാനത്ത് തന്നിരിക്കുന്ന ഡാറ്റയുടെ മീൻ എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യുക, വിച്ച് ഇസ് സമ്മേഷൻ എക്സ് എഫ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എൻ. ഇനി അടുത്ത് നമ്മൾ നോക്കുന്ന ഡിസ്ട്രിബ്യൂഷനാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ റാൻഡം വേരിയബിൾ അല്ലെങ്കിൽ അതൊരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളാണ്. അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്താ നോക്കാം. ലെറ്റ് എക്സ് ബി എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ അസ്യൂമിങ് വാല്യൂസ് ഇൻ ദ റേഞ്ച് മൈനസ് ഇൻഫിനിറ്റി ആൻഡ് പ്ലസ് ഇൻഫിനിറ്റി, ആൻഡ് ഇഫ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് ഇസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 by sigma root of 2 pi e raised to minus x minus mu the whole square by 2 sigma square, comma minus infinity less than x less than infinity, minus infinity less than mu less than infinity, and sigma greater than 0. Then x is said to follow a normal distribution with parameter n and sigma, അല്ലെങ്കിൽ നമുക്ക് n and sigma square, mu and sigma എന്ന് പറയാം, അല്ലെങ്കിൽ mu and sigma square എന്നും പറയാം. And we write x follows n mu sigma. Mean and variance of normal distribution. Mean expectation of x is equal to mu, variance v of x is equal to sigma square, and standard deviation is equal to sigma. പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ കുറച്ച് പ്രോപ്പർട്ടീസാണ് നമ്മളിവിടെ നോക്കുന്നത്. ദ കേർവ് ഓഫ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓർ നോർമൽ കേർവ് ഇസ് എ ബെൽ ഷേപ്ഡ് കേർവ്. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. It is symmetric about x is equal to mu. For a normal distribution, mean is equal to median is equal to mode. For a normal distribution, standard deviation is equal to sigma. Quartile deviation is equal to 2 by 3 times sigma, and mean deviation is equal to 4 by 5 times sigma. The normal PDF f of x is maximum at x is equal to mu. ഇനി അടുത്തത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് എ സ്പെഷ്യൽ കേസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മ്യൂ ഇസ് ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. അപ്പം നോർമലിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് സ്റ്റാൻഡേർഡ് നോർമൽ. അതിലത്തെ പാരാമീറ്റർ മ്യൂവിൻ്റെ സ്ഥാനത്ത് 0-ഉം സിഗ്മയുടെ അല്ലെങ്കിൽ സിഗ്മ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് 1-ഉം വരുന്ന ഒരു നോർമലിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ എന്ന് പറയുക. സ്റ്റാൻഡേർഡ് നോർമൽ റാൻഡം വേരിയബിൾ ഇസ് യൂഷ്വലി ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ സെഡ്. The definition നോക്കാം. Let Z be a continuous random variable assuming values in the range minus infinity and plus infinity, and if probability density function of Z is given by f of Z is equal to 1 by root of 2 pi e raised to minus Z square by 2 minus infinity less than Z less than infinity, then Z is said to follow a standard normal distribution, and we write Z follows n01. അടുത്തത് സെൻട്രൽ ലിമിറ്റ് തിയറമാണ്. സെൻട്രൽ ലിമിറ്റ് തിയറം എന്താണ് പറയണത് നോക്കാം. സെൻട്രൽ ലിമിറ്റ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ദ സം ഓഫ് എ വെരി ലാർജ് നമ്പർ ഓഫ് റാൻഡം വേരിയബിൾസ് ഈസ് അപ്രോക്സിമേറ്റ്ലി നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് മീൻ ഈക്വൽ ടു സം ഓഫ് ദ മീൻസ് ആൻഡ് വേരിയൻസ് ഈക്വൽ ടു സം ഓഫ് ദി വേരിയൻസസ് പ്രൊവൈഡഡ് ദ റാൻഡം വേരിയബിൾസ് സാറ്റിസ്ഫൈസ് സം വെരി ജനറൽ കണ്ടീഷൻസ്. സെൻട്രൽ ലിമിറ്റ് തിയറം നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ കയ്യിൽ ഒരുപാട് റാൻഡം വേരിയബിൾസ് ഉണ്ടെങ്കിൽ റാൻഡം വേരിയബിൾസ് എല്ലാം തന്നെ ഒരേ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം ഫോളോ ചെയ്യുന്നത്. അപ്പം അവർ ഇൻഡിപെൻഡൻറ്റ് കൂടി ആയിരിക്കണം. അത്തരം റാൻഡം വേരിയബിൾസ് ഉണ്ടെങ്കിൽ, നമ്പർ ഓഫ് റാൻഡം വേരിയബിൾസ് അധികമുണ്ടെങ്കിൽ അവരുടെ സം ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. വിത്ത് മീൻ ഇസ് ഈക്വൽ ടു സം ഓഫ് ദ മീൻ ആൻഡ് വേരിയൻസ് ഇസ് ഈക്വൽ ടു സം ഓഫ് ദി വേരിയൻസസ്. ഈ സെൻട്രൽ ലിമിറ്റ് തിയറമാണ് നമ്മളെ നോർമൽ ഡിസ്ട്രിബ്യൂഷന് ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു തിയറം. നമുക്ക് അടുത്ത മൊഡ്യൂൾ നോക്കാം. ഇറ്റ്സ് കോൾഡ് മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്. അവിടെ ആവശ്യമുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസാണ് നമ്മൾ നോക്കുന്നത്. പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ. എ സ്റ്റാറ്റിസ്റ്റിക്കൽ പോപ്പുലേഷൻ ഇസ് ദ ഗ്രൂപ്പ് ഓഫ് ഓൾ ഐറ്റംസ് ഹൂസ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ ബീയിങ് സ്റ്റഡീഡ്. എ സാമ്പിൾ ഇസ് എ റെപ്രസെൻറ്റേറ്റീവ് പാർട്ട് ഓഫ് ദി പോപ്പുലേഷൻ. Census and sampling.
If the data is collected from each and every unit of the population, then it is called complete enumeration survey or census. If data is collected from a part of the population, that is sample, then it is called sample survey or sampling. Sampling frame and sampling unit. Sampling frame is a list of all units in the population from which samples can be selected. Each element of the sampling frame is called the sampling unit. Sampling and non-sampling errors. Sampling errors are the types of errors which occurs due to the fact that only a part of the population has been used to study the population characteristics. It is present only in sampling. Non-sampling errors are the types of errors which arises at the stages of observation, analysis and processing of data. It is present in both census and sampling. അടുത്തത് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ആണ്. ടൈപ്സ് ഓഫ് സാമ്പിളിങ്ങിനെ നമുക്ക് രണ്ട് തരത്തിലായിട്ട് പറയാം. വൺ ഇസ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഓർ റാൻഡം സാമ്പിളിംഗ്, അതർ വൺ ഇസ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഓർ നോൺ റാൻഡം സാമ്പിളിംഗ്. അപ്പം പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ ആരൊക്കെയാണ് വരുന്നത് നോക്കാം. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ് ആൻഡ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. And non-probability sampling methods are subjective sampling, judgment sampling and convenience sampling. First one is simple random sampling. Simple random sampling is a type of probability sampling in which each unit of the population has equal chance of being selected into the sample. The sample obtained using simple random sampling is called a simple random sample. Simple random sampling can be classified into two: simple random sampling with replacement SRS WR and simple random sampling without replacement. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എടുക്കാനുള്ള രണ്ട് മെത്തേഡ്സ് ആണ്. ഒന്ന് ലോട്ടറി മെത്തേഡും മറ്റൊന്ന് റാൻഡം നമ്പർ ടേബിൾ മെത്തേഡും. Next is systematic random sampling. In this method, the items of the population are arranged in some order, say chronological, geographical, etc. and then assign them numbers 1, 2, 3, etc. Divide them into a number of groups which is equal to the required sample size. From the first group, choose an item at random using lottery method. If you select the fourth item, choose the fourth item of every group systematically. This will constitute a systematic sample. അടുത്തത് stratified random sampling. When the population is heterogeneous with respect to some characteristic but can be divided into a number of homogeneous subgroups, this method can be applied. Here we divide the population into different homogeneous subgroups known as strata, and from each stratum select the items proportionally using lottery method. This will constitute a stratified sample. Next is cluster sampling. In this method of sampling, the population is first divided into number of different subgroups called clusters based on some common characteristics. Then a random selection of the clusters is made using simple random sampling method. Data is then collected from every item in the selected clusters. അടുത്തത് നമ്മൾ നോക്കുന്നത് നോൺ റാൻഡം സാമ്പിളിംഗ് മെത്തേഡാണ്. അതിൽ ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ്. In this method, the selection of sample items depends on the judgment of the investigator. That is, sample selection is based on the own idea of the investigator. ഈ സബ്ജക്റ്റീവ് സാമ്പിളിംഗ് എന്ന് പറയുന്നതും ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ് എന്ന് പറയുന്നതും ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നെക്സ്റ്റ് ഇസ് കൺവീനിയൻസ് സാമ്പിളിംഗ്. In this method, the sample is selected from a group of people who are easy to contact and to reach by the investigator. ഇനി നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് നോക്കുകയാണ്. അത് ഫണ്ടമെൻറ്റൽസ് ഓഫ് ടെസ്റ്റിംഗ്. ഇമ്പോർട്ടൻറ്റ് ടേംസ് ഇൻ ടെസ്റ്റിംഗ് അതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ്. Any assumption about the population or the parameters involved in it is called a statistical hypothesis. Null hypothesis. A null hypothesis is a hypothesis set up by the investigator before he starts testing. It is a hypothesis that is to be tested. It
It is denoted by H naught. Alternative hypothesis. An alternative hypothesis is a hypothesis that is rejected when a null hypothesis is accepted, or accepted when a null hypothesis is rejected. It is denoted by H1. Testing of hypothesis. It is a process of accepting or rejecting a null hypothesis on the basis of a random sample. Type 1 error or rejection error. It is an error of rejecting a null hypothesis when it is actually true. Type 1 error is rejecting H naught when H naught is true. Type 2 error or acceptance error is the error of accepting a null hypothesis when it is actually false. അപ്പോൾ H naught false എന്ന് പറഞ്ഞാൽ H1 true എന്നാണ് അർത്ഥം. അപ്പോൾ type 2 error is accept H naught when H1 is true. Level of significance. The probability of type 1 error or the probability of rejecting a null hypothesis when it is true is called level of significance or significance level. It is denoted by the letter alpha. Alpha is equal to probability of rejecting H naught when H naught is true. Probability of type 2 error is denoted by the letter beta. That is, beta is probability of accepting H naught when H1 is true. Next is power of a test. The power of a test is the probability of making a correct decision. It is denoted by 1 minus beta. Power is equal to probability of correct decision. P-value. P-value is the least value of the level of significance. Test statistic. The test statistic is a function of a sample observations. On the basis of the value of the test statistic, we will decide whether to accept or reject a null hypothesis. Critical region. Critical region or rejection region is the set of values of the test statistic for which we reject the null hypothesis. Procedure. ഒരു ടെസ്റ്റ് നടത്താൻ, ഒരു ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് നടത്താനുള്ള സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ is set up a null and alternative hypothesis. Then second one is fix the significance level alpha. Third one, write the test statistic. And fourth one, decide the critical region. And finally, if the value of the test statistic falls in the critical region, reject the null hypothesis, otherwise accept it. ഇനി നമുക്ക് മൊഡ്യൂൾ 4 നോക്കാം. ഇറ്റ്സ് ലാർജ് സാമ്പിൾ ടെസ്റ്റ്. അതിൽ ആദ്യം നോക്കുന്ന ലാർജ് സാമ്പിൾ ടെസ്റ്റ് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ഓഫ് പോപ്പുലേഷൻ മീനാണ്. അതൊരു സെറ്റ് ടെസ്റ്റാണ്. ലാർജ് സാമ്പിൾ ടെസ്റ്റുകളൊക്കെ സെറ്റ് ടെസ്റ്റാണ്, സ്റ്റാൻഡേർഡ് നോർമൽ ടെസ്റ്റുകളാണ്. ലാർജ് സാമ്പിൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ സൈസ് n ലാർജ് ആവുക, അതായത് ഗ്രേറ്റർ ദാൻ 30 ഒക്കെ ആയി വരുന്ന സാമ്പിളുകൾ വെച്ചിട്ടുള്ള ടെസ്റ്റുകളാണ് ലാർജ് സാമ്പിൾ ടെസ്റ്റുകൾ. അപ്പോൾ ടെസ്റ്റിംഗ് ഓഫ് പോപ്പുലേഷൻ മീനിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ നൾ ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്താണെന്ന് ആദ്യം നോക്കാം. ഹിയർ വി ആർ ടെസ്റ്റിംഗ് എച്ച് നോട്ട് മ്യൂ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ്റെ മീൻ ഇസ് ഈക്വൽ ടു മ്യൂ നോട്ട് ഇന്ന വാല്യൂ ആണ് എന്നുള്ളതാണ്. എഗെയിൻസ്റ്റ് H1 can either be mu not equal to mu not ആവാം, അല്ലെങ്കിൽ H1 can be mu less than mu not ആവാം, or H1 can be mu greater than mu not ആവാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ ഓൾട്ടർനേറ്റീവായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ദെൻ ഫിക്സ് ദ സിഗ്നിഫിക്കൻസ് ലെവൽ ആൽഫ ഫിക്സ് ചെയ്യണം. സാധാരണ 5% അല്ലെങ്കിൽ 2% ഓർ 1% അങ്ങനെയൊക്കെയാണ് ആൽഫ ഫിക്സ് ചെയ്യുന്നത്. ഹിയർ ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഈസ് Z is equal to x bar minus mu naught divided by sigma by root 10. അത് സിഗ്മ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ തന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. ഇപ്പോൾ സിഗ്മ തന്നിട്ടില്ല, അപ്പോൾ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടില്ല, മറിച്ച് സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കും അപ്പോൾ തന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് Z is equal to x bar minus mu naught divided by s by root 10. ഈ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് സെഡ് ഫോളോ ചെയ്യുന്നത് ഒരു സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ N01 ആണ്. നൗ ക്രിട്ടിക്കൽ റീജിയൻ ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നത് ആൽഫ 0.05, അതായത് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എടുത്താൽ അതാണ് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് എടുക്കുന്ന ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. അപ്പോൾ വരുന്ന ക്രിട്ടിക്കൽ റീജിയൻ്റെ വാല്യൂസ് എന്തൊക്കെയെന്നാണ്. First one is modulus of Z greater than or equal to 1.96 if H1 is mu not equal to mu not. അപ്പോൾ ഓൾട്ടർനേറ്റീവ് നോക്കിയിട്ടാണ് നമ്മൾ
ക്രിട്ടിക്കൽ റീജിയൻ പറയുന്നത്. അപ്പോൾ മോഡുലസ് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.96 എന്നതാണ് ഈ നോട്ട് ഈക്വൽ ടു എന്നുള്ള ഓൾട്ടർനേറ്റീവ്. അതായത് 2 tailed ഓൾട്ടർനേറ്റീവ് വന്നാൽ മോഡുലസ് വരുന്ന ക്രിട്ടിക്കൽ റീജിയനാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ക്രിട്ടിക്കൽ റീജിയൻ വിൽ ബി സെഡ് ഗ്രേറ്റർ ദാൻ 1.645 if we have chosen the critical region as alternative hypothesis as H1 mu greater than mu naught. And critical region will be set less than minus 1.645 for H1 mu less than mu naught. അപ്പം ഈ ക്രിട്ടിക്കൽ റീജിയനിൽ നമ്മളുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ വരുന്നുണ്ടോ എന്നാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ക്രിട്ടിക്കൽ റീജിയൻ്റെ ഉള്ളിലാണ് വരുന്നതെങ്കിൽ വി വിൽ റിജക്റ്റ് H0, അതർവൈസ് വി വിൽ ആക്സെപ്റ്റ് ഇറ്റ്. അടുത്ത ടെസ്റ്റിംഗ് ഓഫ് ഇക്വാലിറ്റി ഓഫ് 2 പോപ്പുലേഷൻ മീൻസ്. അത് ഒരു സെറ്റ് ടെസ്റ്റാണ്. അതിന് നമുക്ക് ടെസ്റ്റിംഗ് ഓഫ് ഡിഫറൻസ് ഓഫ് 2 പോപ്പുലേഷൻ മീൻസ് എന്നും പറയും. ഹിയർ വി ഹാവ് ടു ടെസ്റ്റ് H0 mu1 is equal to mu2. mu1 എന്ന് പറയുന്നത് ആദ്യത്തെ പോപ്പുലേഷൻ്റെ മീൻ, mu2 എന്ന് പറയുന്നത് രണ്ടാമത്തെ പോപ്പുലേഷൻ്റെ മീൻ. എഗെയിൻസ്റ്റ് H1 mu1 നോട്ട് ഈക്വൽ ടു mu2 ആവാം, or H1 can be mu1 greater than mu2, or H1 can be mu1 less than mu2. Fix the level of significance alpha. Test statistic is Z is equal to x1 bar minus x2 bar divided by root of sigma 1 square by n1 plus sigma 2 square by n2 ആണ്. If sigma 1 and sigma 2 are given, പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. or test statistic can be Z is equal to x1 bar minus x2 bar divided by root of s1 square by n1 plus s2 square by n2 if population standard deviation are not given. അപ്പോൾ നമ്മൾ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് ഉപയോഗിക്കേണ്ടത്. ഇതാണ് നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വിച്ച് ഈസ് സ്റ്റാൻഡേർഡ് നോർമൽ. ഫോർ ആൽഫ ഈസ് ഈക്വൽ ടു 0.05 the best critical region is given by modulus of Z greater than or equal to 1.96 if H1 is mu1 not equal to mu2. Z is greater than 1.645 for H1 mu1 greater than mu2, and Z is less than minus 1.645 for H1 mu1 less than mu2. Compute the value of the test statistic. If it falls in the critical region, we will reject H0, otherwise we will accept it. അടുത്ത testing of population proportion. That is also a set test. Here we have to test H0 P is equal to P0. P എന്ന് പറയുന്നത് പോപ്പുലേഷൻ്റെ പ്രപ്പോർഷനാണ്. അത് P0 എന്ന് പറയുന്ന വാല്യൂ ആണോ എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. എഗെയിൻസ്റ്റ് H1 P not equal to P0, or H1 P greater than P0, or H1 P less than P0. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഓൾട്ടർനേറ്റീവ്. Fix the level of significance alpha. Test statistic is given by Z is equal to P minus P0 divided by root of P0 Q0 by N. ഇവിടെ P എന്ന് പറഞ്ഞാൽ P അല്ലെങ്കിൽ P ഡാഷ് എന്ന് പറയാം. P ഡാഷ് എന്ന് പറയുന്നത് സാമ്പിളിൻ്റെ പ്രപ്പോർഷൻ ആയിരിക്കും. ഫോളോസ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. For alpha is equal to 0.05, the best critical region is modulus of Z greater than or equal to 1.96 for H1 P not equal to P0. Z greater than 1.645 for H1 P greater than P0. Z less than minus 1.645 for H1 P less than P0. Then we will compute the value of the test statistic. If it falls in the critical region, we will reject H0, otherwise we will accept it. അടുത്തത് ടെസ്റ്റിംഗ് ഓഫ് ഇക്വാലിറ്റി ഓഫ് 2 പോപ്പുലേഷൻ പ്രപ്പോർഷൻ. അതും ഒരു സെറ്റ് ടെസ്റ്റാണ്. ഹിയർ വി ഹാവ് ടു ടെസ്റ്റ് H0 P1 minus P2 is equal to 0. P1 എന്ന് പറയുന്നത് ഫസ്റ്റ് പോപ്പുലേഷൻ്റെ പ്രപ്പോർഷൻ, P2 എന്ന് പറയുന്ന സെക്കൻഡ് പോപ്പുലേഷൻ്റെ പ്രപ്പോർഷൻ. എഗെയിൻസ്റ്റ് H1 P1 minus P2 not equal to 0 വേണേ അവിടെ, or H1 P1 minus P2 greater than 0, or H1 P1 minus P2 less than 0. Fix the level of significance alpha.
Here the test statistic is given by Z is equal to P1 dash minus P2 dash. അത് രണ്ടും സാമ്പിളിൻ്റെ പ്രൊപ്പോർഷൻസ് ആണ്. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് പി സ്റ്റാർ ക്യൂ സ്റ്റാർ ഇൻറ്റു 1/n1 പ്ലസ് 1/n2 ആണ്. ഇവിടെ പി സ്റ്റാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് n1 p1 ഡാഷ് പ്ലസ് n2 p2 ഡാഷ് ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 ആൻഡ് ക്യൂ സ്റ്റാർ ഇസ് ഈക്വൽ ടു 1 മൈനസ് പി സ്റ്റാർ. For alpha is equal to 0.05, the best critical region is given by modulus of Z greater than or equal to 1.96 for H naught P1 minus P2 not equal to 0. Z is greater than 1.645 for H1 P1 minus P2 greater than 0 and Z less than minus 1.645 for H1 P1 minus P2 less than 0. We'll compute the value of test statistic. If it lies in the critical region, reject H naught, otherwise accept it. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് മൊഡ്യൂൾ 5 ആണ്, സ്മോൾ സാമ്പിൾ ടെസ്റ്റ്. ആദ്യത്തേത് ടെസ്റ്റിംഗ് ഓഫ് പോപ്പുലേഷൻ മീൻ. അതൊരു ടി ടെസ്റ്റാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ടി സ്റ്റാറ്റിസ്റ്റിക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഹിയർ വി ആർ ടെസ്റ്റിംഗ് H naught mu is equal to mu naught against H1 mu not equal to mu naught or H1 mu less than mu naught or H1 mu greater than mu naught. അപ്പോൾ ഇവിടെയുള്ള ടെസ്റ്റും നേരത്തെ കണ്ട സെറ്റ് ടെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം, ഇതൊരു സ്മോൾ സാമ്പിൾ ടെസ്റ്റാണ്. ഈ ടെസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് when the sample size n is less than 30 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 ആകുമ്പോഴാണ് ഈ ടെസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയും നമുക്ക് അറിയാൻ പാടില്ല. ആ കേസിലാണ് ഈ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ഫിക്സ് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ. ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഈസ് T is equal to x bar minus mu naught divided by S by root of n minus 1. That follows a T distribution. Students T distribution ആണ് with n minus 1 degrees of freedom. ഇവിടെ critical region is given by modulus of T. ഇവിടെ ഫസ്റ്റ് വേണ്ട മോഡുലസ് വേണേ. മോഡുലസ് ഓഫ് T greater than or equal to T alpha by 2 for H1 mu not equal to mu naught. Second one is T greater than T alpha for H1 mu greater than mu naught and T less than minus T alpha for H1 mu less than mu naught. Then we'll compute the value of test statistic. If it lies in the critical region, we will reject H naught, otherwise we will accept it. അടുത്തത് ടെസ്റ്റിംഗ് ദ ഇക്വാളിറ്റി ഓഫ് ടു പോപ്പുലേഷൻ മീൻസ്. അതായത് സ്മോൾ സാമ്പിൾ കേസിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ അൺപെയർഡ് ടി ടെസ്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ രണ്ട് സെറ്റ് വാല്യൂസിൻ്റെ രണ്ട് സെറ്റ് ഡാറ്റയുണ്ടാവും, സാമ്പിൾ വാല്യൂസ് ഉണ്ടാവും. അതുപയോഗിച്ചിട്ട് രണ്ട് പോപ്പുലേഷൻ്റെ മീനുകൾ തുല്യമാണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനെ നമ്മൾ അൺപെയർഡ് ടി ടെസ്റ്റ് എന്ന് പറയുന്നു. ഇവിടെ സാമ്പിളിൻ്റെ രണ്ട് സെറ്റ് ഒബ്സർവേഷൻസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് ആയിരിക്കും. Here we have to test H naught mu1 is equal to mu2 against H1 mu1 not equal to mu2 or H1 mu1 greater than mu2 or H1 mu1 less than mu2. Fix the level of significance alpha. Here the test statistic is given by T. But T statistic ആണ് x1 bar minus x2 bar divided by root of n1 s1 square plus n2 s2 square divided by n1 plus n2 minus 2 into 1 by n1 plus 1 by n2. That will follow a T distribution with n1 plus n2 minus 2 degrees of freedom. Here the best critical region is given by modulus of T greater than or equal to T alpha by 2 for H1 mu not equal to mu2. T greater than T alpha for H1 mu1 greater than mu2. T less than minus T alpha for H1 mu1 less than mu2. ഇവിടെ ഈ T alpha by 2 കണ്ടുപിടിക്കുന്നത് സ്റ്റുഡൻസ് T ടേബിളിൽ പോയിട്ട് n1 plus n2 minus 2 degrees of ഫ്രീഡത്തിലും
ആൽഫ എന്ന് പറയുന്ന ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും വെച്ചിട്ട് ടേബിൾ നോക്കിയിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അത് 2 tailed ടേബിൾസ് നോക്കിയിട്ട് കണ്ടുപിടിക്കണം. ആൻഡ് ടി ആൽഫ ഇതേപോലെ n1 + n2 - 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും ആൽഫ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും 1 tailed ടേബിൾ നോക്കി കണ്ടുപിടിക്കുന്ന വാല്യൂ ആണ്. അപ്പോൾ ഇവർ നമ്മൾ ടേബിൾ നോക്കി കണ്ടുപിടിക്കേണ്ട വാല്യൂസാണ് ഇവിടെയുള്ളത്. അടുത്തത് പെയേർഡ് ടി ടെസ്റ്റ് ആണ്. പെയേർഡ് ടി ടെസ്റ്റിലും 2 സെറ്റ് വാല്യൂസ് തന്നിട്ടുണ്ടാവും. അത് തമ്മിൽ നമ്മൾ ആ 2 വാല്യൂസും ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള സാമ്പിൾസ് ആയിരിക്കും. ദിസ് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഇസ് യൂസ്ഡ് ടു ടെസ്റ്റ് വെദർ എ ട്രീറ്റ്മെൻറ്റ് ഹാസ് എനി എഫക്റ്റ് ഓൺ എ സെറ്റ് ഓഫ് വാല്യൂസ്. In this test, data consists of a pair of values x, y, where x represents the value before treatment and y represents values after the treatment. Here we have to test the null hypothesis h0 mu is equal to 0. Mu 0 എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിന് ഒരു എഫക്റ്റും ഇല്ല എന്നർത്ഥം. Against h1 mu not equal to 0 means the treatment has some effect. Fix the level of significance alpha. Here the test statistic is given by t is equal to d bar divided by sd divided by root of n minus 1. That follows a t distribution with n minus 1 degrees of freedom. ഇവിടെ di's എന്ന് പറഞ്ഞാൽ xi minus yi ആണ്. d bar is equal to mean of di's sigma di by n and sd is equal to അതിൻ്റെ standard deviation root of 1 by n sigma di minus d bar the whole square. The best critical region is given by modulus of t greater than or equal to t alpha by 2. ഇവിടെയും ടി ആൽഫ ബൈ 2 നമ്മളൊരു 2 tailed ടി ടേബിൾസിൽ പോയിട്ട് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലും ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എത്രയാണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് ആ വാല്യൂവിലും പോയി നോക്കിയിട്ട് കണ്ടുപിടിക്കേണ്ട വാല്യൂ ആണ്. ദെൻ വി വിൽ ചെക്ക് വെദർ ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ ഓഫ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ലൈസ് ഇൻ ദ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ഇഫ് ഇറ്റ് ലൈസ് ഇൻ ദ ക്രിട്ടിക്കൽ റീജിയൻ വി വിൽ റിജക്റ്റ് h0, അതർവൈസ് വി വിൽ ആക്സെപ്റ്റ് ഇറ്റ്. അടുത്തത് ടെസ്റ്റിംഗ് ഓഫ് പോപ്പുലേഷൻ വേരിയൻസ്. അതൊരു chi-square ടെസ്റ്റാണ്. അതായത് ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് chi-square സ്റ്റാറ്റിസ്റ്റിക്കാണ്. ഹിയർ വി ഹാവ് ടു ടെസ്റ്റ് h0 sigma square is equal to sigma naught square against h1 sigma square is greater than sigma naught square. അതാണ് ഇവിടുത്തെ ഓൾട്ടർനേറ്റീവ്. ഫിക്സ് ആൽഫ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ ഫിക്സ് ചെയ്യണം. ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഇസ് ഗിവൺ ബൈ chi-square that is equal to ns square by sigma naught square that follows a chi-square distribution with n-1 degrees of freedom. Best critical region is given by chi-square greater than chi-square alpha, where chi-square alpha is obtained by referring the chi-square tables for n-1 degrees of freedom and level of significance alpha. Compute the value of the test statistic and if it lies in the critical region, reject h0, otherwise accept it. അടുത്തത് ടെസ്റ്റിംഗ് ദ ഇക്വാളിറ്റി ഓഫ് 2 population variances. അതൊരു എഫ് ടെസ്റ്റാണ്. Here we have to test h0 sigma 1 square is equal to sigma 2 square against h1 sigma 1 square greater than sigma 2 square. Fix the level of significance alpha. Then test statistic here is f is equal to n1 s1 square by n1 minus 1 divided by n2 s2 square divided by n2 minus 1. That follows an f distribution with n1 minus 1 comma n2 minus 1 degrees of freedom. The best critical region is given by f greater than f alpha, where f alpha is obtained by referring the f tables for significance level alpha and degrees of freedom n1 minus 1 comma n2 minus 1. അപ്പോൾ ഇത് എഫ് ടേബിൾസിൽ നോക്കിയിട്ട് വേണം ഈ എഫ് ആൽഫ എന്ന് പറയുന്ന ടേബിൾ വാല്യൂ കണ്ടുപിടിക്കാൻ. Then calculate the value of the test statistic. If it lies in the critical region, reject h0, otherwise accept it. ഇനി നമ്മളുടെ ലാസ്റ്റ് ടെസ്റ്റാണ് ടെസ്റ്റിംഗ് ഓഫ് പോപ്പുലേഷൻ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. ദാറ്റ് ഇസ് എ ടി ടെസ്റ്റ്. അപ്പോൾ പോപ്പുലേഷൻ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് നമ്മൾ റോ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹിയർ വി ഹാവ് ടു ടെസ്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ് h0 റോ ഇസ് ഈക്വൽ ടു 0 എഗെയിൻസ്റ്റ് h1 റോ നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ പോപ്പുലേഷൻ്റെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് 0 ആണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു എഗെയിൻസ്റ്റ് h1 റോ നോട്ട് ഈക്വൽ ടു 0. Fix the level of significance alpha.
The test statistic is given by t. T is equal to r divided by root of 1 minus r square divided by root of n minus 2. That follows a t distribution with n minus 2 degrees of freedom. The best critical region is given by modulus of t greater than or equal to t alpha by 2. ഇവിടെ ഒരു ക്രിട്ടിക്കൽ റീജിയനേ ഉള്ളൂ, കാരണം നമ്മൾ ഒരൊറ്റ ഓൾട്ടർനേറ്റീവേ പറഞ്ഞിട്ടുള്ളൂ. ദാറ്റ് ഓൾസോ ഇസ് എ ടു ടെയിൽഡ് ഓൾട്ടർനേറ്റീവ്. നോട്ട് ഈക്വൽ ടു എന്ന് പറയുന്ന ഓൾട്ടർനേറ്റീവ് വന്നാൽ എപ്പോഴും നമ്മൾ മോഡുലസ് വരുന്ന ക്രിട്ടിക്കൽ റീജിയനാണ് ഉപയോഗിക്കുക. അപ്പോൾ മോഡുലസ് ഓഫ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി ആൽഫ ബൈ 2 വന്നിട്ടുണ്ട്. വേർ ടി ആൽഫ ബൈ 2 എന്ന് പറയുന്നത് ടേബിൾ വാല്യൂ ആണ്. ഇറ്റ്സ് ഒബ്റ്റെയിൻ ബൈ referring the two-tailed t tables for n minus 2 degrees of freedom and significance level alpha. ആൽഫ എന്ന് പറയുന്ന സിഗ്നിഫിക്കൻസ് ലെവലിലും n മൈനസ് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലും നോക്കിയാൽ കിട്ടുന്ന ടേബിൾ വാല്യൂവിനെയാണ് ടി ആൽഫ ബൈ 2 എന്ന് പറയുന്നത്. We will compute the value of the test statistic. If it lies in the critical region, we will reject H0, otherwise we will accept it.